മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയ വരാനിരിക്കുന്ന ലേറ്റസ്റ്റ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണി കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം തന്നെ വാമദേവനോടായിട്ട് പറയുമ്പോൾ വാമദേവനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ വാമദേവൻ പറയുന്നുണ്ട്, ഇവൻ്റെ മേലൊരു കണ്ണുണ്ടായിരിക്കണം ഉണ്ണി, ഇവൻ മഹാലക്ഷ്മി കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലെല്ലാം നമുക്ക് സംശയമാണ്. നീ പറയുന്നത് കേട്ടിട്ട് ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നീ എപ്പോഴും അവൻ്റെ പിറകെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ അതിനെല്ലാം ഒരു പ്ലാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അമ്മാവ, അതുപോലെ തന്നെ നമുക്ക് നടത്തണമെന്ന് പറയുകയാണ്. നീ എന്ത് പ്ലാൻ ചെയ്താലും നിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണെന്നും ഇതിപ്പോൾ പെണ്ണുങ്ങളോടൊന്നും പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയെന്നെല്ലാം വാമദേവൻ പറയുന്നത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഞാനൊരു പ്ലാൻ തയ്യാറാക്കി അമ്മാവനെ അറിയിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഉണ്ണിക്കാണെങ്കിൽ പലതും മനസ്സിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് കണ്ണേട്ടൻ്റെ എല്ലാ പ്ലാനുകളും തകർത്തുകൊണ്ട് കണ്ണേട്ടൻ്റെ മുന്നിൽ സത്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി എന്നുള്ള അറിയിക്കണം. അതിനുള്ള ഒരു പ്ലാൻ തന്നെയാണ് ഉണ്ണി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. കണ്ണേട്ടൻ ഓഫീസിൽ പോയതിന് ശേഷം കണ്ണേട്ടൻ്റെ പിറകെ കണ്ണേട്ടൻ അറിയാതെ തന്നെ ഫോളോ ചെയ്യണം. എന്നിട്ട് അവിടെ മഹാലക്ഷ്മി വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്ന് ഉണ്ണി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കണ്ണൻ്റെ പിറകെ തന്നെ പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. പിന്നീട് മാർക്കോയാണെങ്കിൽ ദിവ്യമായിട്ടുള്ള അമ്മയെ കാണാനായിട്ട് അങ്ങോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ അമ്മയെ കാണുന്നത് മാർക്കോയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ കണ്ണൻ സാറിൻ്റെ അനിയനായ ഉണ്ണിയാണെങ്കിൽ അവരുടെ മേലൊരു സംശയമുണ്ടെന്നും അവനാണെങ്കിൽ പല കാര്യത്തിലും കണ്ണൻ സാറിനെ സംശയിക്കുന്നുണ്ടെന്നും മഹാലക്ഷ്മിയുടെ പിറകെ അവ നടക്കുന്നുണ്ടെന്നുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അമ്മയോടായിട്ട് പറയുന്നു. അത് കേട്ട് അമ്മ പറയുന്നുണ്ട്, അതിനൊരു സംശയം വേണ്ട, അയാൾക്ക് ചെറിയ സംശയങ്ങളെല്ലാം തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അയാളാണെങ്കിൽ കണ്ണനെ ചതിക്കാനുള്ള എല്ലാ പ്ലാനുകളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ എപ്പോഴും കണ്ണൻ സാറിൻ്റെ പിറകെ തന്നെ ഉണ്ടായിരിക്കണമെന്നെല്ലാം ആ ദിവ്യമായിട്ടുള്ള അമ്മ പറയുന്നത് കേട്ട് മാർക്കോ പറയുന്നുണ്ട്, ഞാൻ കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പിറകെ തന്നെയുണ്ട്, എപ്പോഴും എൻ്റെ സാന്നിധ്യം അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്തോളാം എന്നെല്ലാം അമ്മയ്ക്ക് ഉറപ്പ് നൽകുന്നു. പിന്നീട് അനന്തുവിൻ്റെ വീട്ടിലോട്ട് വരുന്ന കണ്ണനാണെങ്കിൽ അനന്തുവിനോട് മഹാലക്ഷ്മിയോടായിട്ടെല്ലാം പറയുന്നുണ്ട്. ഉണ്ണിക്കാണെങ്കിൽ വലിയ സംശയം തോന്നിയിട്ടുണ്ട്. ഉണ്ണിയാണെങ്കിൽ എന്തോ എല്ലാം പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് അവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നാളെ ഒരു സ്ഥലം വരെ പോകണമെന്നെല്ലാം ഉണ്ണി എന്നോട് പറഞ്ഞിരിക്കുകയാണ്. അതെന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ള കാര്യം അവൻ്റെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അവരുടെ സൈഡിലല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് എന്തെങ്കിലും ഒരു പ്ലാനാണ് അവരുടെ മനസ്സിൽ തയ്യാറാക്കിയിരിക്കുന്നത്, എനിക്കറിയില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് അനന്ത് പറയുന്നുണ്ട്, നീ എന്താണെങ്കിലും മാർക്കോനോടൊന്ന് വിവരം അറിയിക്കണം, അവൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും മാർക്കോനെ വിവരം അറിയിക്കണം എന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നതെന്ന് കണ്ണനാണെങ്കിൽ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്. ഇത് കേട്ട് ലേഖ പറയുന്നുണ്ട്, എന്താണെങ്കിലും മാർക്കോനോട് വിവരം അറിയിക്കണം, അല്ലാതെ ഒറ്റയ്ക്ക് ഒരിക്കലും ഉണ്ണിയുടെ കൂടെ പോകരുത്, അവനാണെങ്കിൽ ചതിയനാണെന്നും ആ മേഘനെ കാട്ടിയും വിഷവിത്താണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നിലേക്ക് പറയുന്നുണ്ട്. ഇത് കേട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഒന്ന് സൂക്ഷിക്കണം, അവനാണെങ്കിൽ ആകെ വല്ലാതെ നടക്കുകയാണ്, അതുകൊണ്ട് കണ്ണേട്ടൻ എത്രയും പെട്ടെന്ന് മാർക്കോനെ വിവരം അറിയിക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആകെ പരിഭ്രമിക്കുന്നുണ്ട്. കണ്ണനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ഉണ്ണിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ മാർക്ക് കൊടുക്കുന്നുള്ള കാര്യത്തിൽ സംശയിക്കാനില്ല. അതുകൊണ്ട് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.